ഹലോ ഹലോ അതെ റീൽസ് റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഡോക്ടർ ഉപ്പിടാമൂട് ഉൽപ്പലാക്ഷൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, റീൽസിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അസുഖങ്ങളെല്ലാം മാറ്റുന്ന ഡോക്ടർ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. ഫോണിൽ കൂടെ മാറ്റാൻ പറ്റില്ല, നിങ്ങൾ നേരിട്ട് കൊണ്ടുവരൂ. എനിക്ക് പേഷ്യന്റിനെ കാണണം, കണ്ടിട്ട് ചികിത്സിക്കാൻ പറ്റും. കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? കൊണ്ടുവരൂ, വരൂ 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 വരൂ. ഫോണിൽ കൂടെ എങ്ങനെ അസുഖം ചികിത്സിച്ച് മാറ്റുന്നത്? ആൾക്കാരുടെയൊക്കെ ഓരോരോ. ഡോക്ടർ ഡോക്ടർ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതല്ല, കടുവറുത്തത്. ഉപ്പിടാമൂട് ഉൽപ്പലാക്ഷൻ. അതെ അതെ അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നവരൊക്കെ അത് തന്നെയാണ്. ഞാനേ സഹായിക്കണം എത്ര പൈസ ഒന്നും സഹായിക്കാനുള്ള പരിപാടിയൊന്നും പറ്റില്ല. ആ പരിപാടിയില്ല. നിങ്ങൾ ഇവരെയൊക്കെ ചികിത്സിച്ച് റെഡിയാ. അതെ സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാളും വലിയൊരു വൈറസ് ഉണ്ടായിരുന്നു, ടിക്ടോക്ക്. അതെ, ആ സാധനത്തിന് ഇവിടെ നാട് കടത്തിയ ആ ഡോക്ടറാണ് ഞാൻ. അതെ അതെ അതെ. അപ്പൊ സാറിന് എന്നെ സഹായിക്കാൻ പറ്റും? നിങ്ങൾ കാര്യം പറയും. അതെ, എന്റെ മകള് അവള് കൈവിട്ടു പോയി ഡോക്ടർ. പോവും. പിടിപ്പ് ദോഷം വളർത്തു ദോഷം. നിങ്ങളെ മോള് വഴിതെറ്റി പോയെങ്കിൽ, വല്ലവന്റെ ഇവിടെ പോയെങ്കിൽ അത് നിങ്ങളെ വളർത്തു ദോഷം. അയ്യോ അങ്ങനല്ലേ ഞാൻ പറഞ്ഞു. അതായത് അവൾ ഈ ഫോൺ കണ്ട് കണ്ട് അതിനങ്ങ് അഡിക്റ്റ് ആയി പോയി. ഇപ്പം വീട്ടിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഏത് സമയം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് റീൽസോമാനിയ ഓഫ് ദ കുളംതോണ്ടീസ് എന്ന് പറഞ്ഞാൽ അതാണ് അസുഖം. അതായത് ഈ റീൽസ് ചെയ്ത് 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 കുളം തോണ്ടും, കുടുംബം കുളം തോണ്ടും. ആ പ്രശ്നത്തിലാണ്. അത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. എന്താ മോളുടെ പേര്? എന്റെ മോളുടെ പേര് സുഷമ. സുഷമ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ വിളിക്കാം. സുഷമേ. അയ്യോ അങ്ങനെ വിളിച്ചാൽ മോള് വരത്തില്ല. പിന്നെ അവള് വിളിക്കുന്നതിന് ഒരു പ്രത്യേക ടൈപ്പിൽ ഒരു പേരുണ്ട്, അത് വിളിച്ചാലേ വരൂ. എന്താണ്? കലിപ്പന്റെ കാന്താരി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് കുഴപ്പമില്ലേ? ഇത് നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അത് അധികമായാൽ സോഷ്യൽ മീഡിയയും വിഷം. അത് ഞാനീ പറഞ്ഞു, ഞാൻ വരുന്നവരും പോണവരുടെ എല്ലാം പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഈ അസുഖത്തിന്റെ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതിന്റെ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ തോണ്ടിക്കൊണ്ടിരിക്കും, അതാണ് തോണ്ടോമേനിയ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റർ ഓഫ് ദ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെ പല രൂപങ്ങളായിട്ട് ഇങ്ങനെ അവതരിക്കുകയാണ്. അതായത് അച്ഛനായിട്ട് വേഷം കെട്ടും, അമ്മയായിട്ട് വേഷം കെട്ടും, പട്ടിയായിട്ട്, പൂച്ചയായിട്ട്, കൊച്ചു കുഞ്ഞായിട്ട്, അപ്പൂപ്പനായിട്ട്, അമ്മൂമായിട്ട്, അങ്ങനെ വേഷം കെട്ടും. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവര് ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് തേടിയുള്ള ഒരു അലച്ചിലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ബെഡ്റൂമിൽ നിന്നിട്ട് റീൽസ് ചെയ്താൽ നാളെ ബാത്റൂമിൽ നിന്ന് റീൽസ് ചെയ്യും, അത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് റീൽസ് ചെയ്യും, പിന്നെ റീൽസ് ചെയ്യാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ കണ്ടവന്റെ പറമ്പിച്ചായിട്ട് റീൽസ് ചെയ്യും, അവിടെയും ചെന്ന് സ്ഥലമില്ലാതെ വരുമ്പോൾ പിന്നെ കണ്ടവന്റെ തെറി വിളിച്ചു തുടങ്ങും. അതാണ് ഇതൊക്കെയാണ്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കോണേ. ഞാൻ ഇന്നലെ മാന്യമായിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തപ്പോ അതിനടിയിൽ ഒരുത്തം വന്ന് തെറി വിളിച്ചിട്ടുണ്ട്. അതെന്താന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ? അത് വേണ്ട മോളെ, എന്തിനാണ് ഇപ്പൊ മിണ്ടരുത്. നോക്കട്ടെ, ഞാൻ പഠിക്കാം. ഹലോ മിസ്റ്റർ, ഞാൻ മാന്യമായ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ അതിന്റെ അടിയിൽ വന്ന് എന്തിനാണ് എന്നെ തെറി വിളിച്ചത്? കണ്ണൻ എന്തിന്റെ കേടായിരുന്നു? എടാ പന്ന, എടാ നാറി നിന്നെ, എടാ കള്ള നിന്നെ. നിങ്ങളെന്തിനാ കൂണത്? അയ്യോ കൂവിയതല്ല, അത് അവള് ഫുൾ ടൈം തെറി വിളിയാണ്. അപ്പൊ ഞാൻ സെൻസർ ചെയ്ത് 2 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഒരു ദിവസം എത്ര ഈ 2 ഇടും? ഒരു 2500 രൂപ വരെ ഇടേണ്ടി വരും. ഇതാണ് എടാ നീ എന്റെ മുന്നിൽ അങ്ങനെ വന്നാലോട്ടില്ലടാ, നിന്നെ ഞാൻ ശാപിക്കപ്പെടാ. ABC മോളെ ആരാടി അവിടെ കിടന്ന് ബഹളം? ഞാൻ സെലിബ്രിറ്റിയുടെ അപ്പുറത്തെ സെലിബ്രിറ്റി ആയിരുന്നു. നീ കുറെ നേരമല്ല ഇവിടെ കിടന്നുണ്ടോ അതും പറയാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്നെ അറിയാൻ പറ്റത്ത നീ ചോദിച്ചു നോക്കുന്നോടി ബാബുമോൻ ആരാന്ന്? നിന്നെ ആരറിയടാ? നീ കലാകാരനാണോ? നിന്നെ ആരെങ്കിലും അറിയുമോടാ? നിർത്തലുണ്ട്. നിന്റെ തലയാണോടി എന്നെ സൃഷ്ടിച്ചത്? അല്ലടാ എന്റെ തന്ത. എന്താ എനിക്ക് കേട്? എടാ മാന്യമായിട്ട് ഞാൻ പോകുമ്പോ നീ എന്തിനാണ് എന്റെ ഇടയ്ക്ക് കയറി വരുന്നത്? അതെ, അല്ല പിന്നെ ഗുളിക കൊടുത്തില്ലേ സമയത്ത്? ഡോക്ടറെ ഞാൻ കൊടുത്തപ്പം കഴിച്ചിട്ടില്ല, ഒന്ന് കൊടുക്കാവോ ഡോക്ടറെ? ബാബുമാനെ അറിയാൻ മേലത്തന്നെ അവക്ക് എന്നെ അറിയാൻ മേലത്തോണ്ടത്. ഇവിടെ ചോദിച്ചു നോക്കണേ എല്ലാരോടും ഞാൻ ആരാന്നുള്ളത്. ഇത് ഒരു 10 മണിയാകുമ്പോ കഴിക്കണം. എന്നത് ഗുളിക 10 മണി എന്ന് പറയുമ്പോ 10 മണി എന്ന് പറയുമ്പോ കുറെ കഴിഞ്ഞിട്ട്
ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ പറഞ്ഞാൽ കഴിക്കില്ല. അതെ, അത് സംഭവം അറിയാം. എനിക്കൊന്ന് ബംഗാളിയാന്ന് തോന്നുന്നു, അതാണ് മലയാളം പറഞ്ഞിട്ട് അല്ലല്ല, ഇത് റീൽസ് അഡിക്റ്റ് ആണ്. ഈ റീൽസുകാരോട് പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് ഞാൻ പറയാം. അതെ, കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ a few moments later. കുറച്ച് കഴിഞ്ഞിട്ട്. ശരി ഞാൻ ആയിക്കോട്ടെ. Few moments later, I upload a video. ഇവ എന്തിനു തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇത് ആരിത്? എന്തിനാ കൊണ്ടുവന്ന? നിന്റെ ഈ റീൽസ് ഭ്രാന്ത് കാരണം ഇത് നിന്നെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ആർക്ക് ചികിത്സ? എനിക്ക് ഭ്രാന്തുണ്ടോ? എന്താ അനാവശ്യം പറയരുത്. മാന്യമായിട്ട് ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഭ്രാന്തുണ്ടെന്ന് പറയാം. ഒരു കുഴപ്പമില്ല. പേരെന്ത്? ഞാൻ കാന്താരിയുടെ ഭയങ്കര ഫാനാണ്. ഞാൻ ടുട്ടുമോൻ. അതെ, എനിക്ക് റീൽസ് ചെയ്താ കൊള്ളാന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് റീൽസ് ചെയ്യാം. പാട്ടെടുക്ക്. என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற. ഡോക്ടർ നിങ്ങൾ കാണിക്കുന്നത് ഇത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ മുള്ളിനെ എടുക്കുമെന്ന് പറയില്ലേ? അതായത് നമ്മൾ വേറൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എക്സ്റേ എടുപ്പിക്കും. അതുപോലെ എന്റെ ട്രീറ്റ്മെന്റ് ഒരു ടെസ്റ്റ് ആണ്. അതായത് ഈ റീൽസ് എത്രത്തോളം എത്രയുണ്ട് കുട്ടിക്ക് ഇതിന്റെ ആ ഒരു എത്ര ഉണ്ടെന്നുള്ളതാണ്. ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ട്രീറ്റ്മെന്റ് മാറ്റാം. ഡോക്ടർ ആ കൊച്ചുകുട്ടി ഗുളിക കഴിക്കുന്നില്ലോ? കൊച്ചുകുട്ടി കൊടുത്തപ്പോ തുപ്പി കളയുവാ. നമ്മളെ കുഞ്ഞുമോനില്ലേ? അതെ, കൊടുക്കേണ്ട ഒരു രീതിക്ക് കൊടുക്കണ്ടേ? അത് പോയി കൊണ്ടുപോകാം. സംഭവം അതെ, അത് ഈ കൊച്ചു പിള്ളേരുടെ റീൽസ് ചെയ്ത് കൊച്ചുകുട്ടി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മുതുക്കനാ. അപ്പൊ കുറെ അന്തവാസികളുണ്ട് അതിനകത്ത്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. മൂന്ന് പിള്ളേരുണ്ട്. ഇപ്പോഴും അവൻ പിള്ളേന്ന് കുട്ടിന്ന് പറഞ്ഞു കിടക്കും. അതെ സിസ്റ്ററെ, ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ വേറെ രീതി. അത് അങ്ങനെ ഗുളിക കഴിക്കുക. സിസ്റ്ററെ തുടങ്ങിക്കോ. ഞാൻ പാട്ടിട്ട് തരട്ടെ? കളിക്കോ? പാട്ട് വേണ്ട. അതിട്ടോ. 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1948 ജനുവരി 30-ന് നാദൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു. ഗുളിക കഴിക്കാല്ല. കൊച്ചുകുട്ടിക്ക് പിന്നെ തരാട്ടോ. ഇങ്ങനെ പല രോഗികളാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ. ഇങ്ങനെ ചികിത്സയുടെ ഒരു ഭാഗമാണ് ഇതൊക്കെ. എന്റെ ഏട്ടനെ കണ്ടോ? ഏട്ടാ, നിങ്ങൾ അനിയത്തിയാണല്ലോ. എന്ത് കാര്യമല്ലോ ഏട്ടനെ കണ്ടോ? എന്റെ ചേട്ടാ, എന്റെ ചേട്ടനെ കണ്ടോ ഡോക്ടർ? ഏത് ചേട്ടൻ? എന്റെ മീശ ചേട്ടൻ. മീശ ചേട്ടനാ? അതിന്റെ മീശ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മീശ? അതെന്താ സംഭവം? അതെ, ഈ റീൽസിനകത്ത് ഇതിനകത്ത് മീശ വെച്ചിട്ട് ഒരുത്തം കുറെ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. മീശയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അവൻ സുന്ദര കുട്ടപ്പനായിട്ട് വരും. അവൻ ഒരുപാട് ഫാൻസ് ഉണ്ട്. പല പെമ്പിളരും അവന് വേണ്ടി ജീവിതം മാറ്റി വെച്ചേക്കാ. അതിലൊരു പെങ്കൊച്ചായത്. അയ്യോ, ഞാൻ മീശ ചേട്ടന്റെ ഭയങ്കര ഒരു ആരാധിക കേട്ടോ. മീശ ചേട്ടനെ കാണണോ? കാണണം ഡോക്ടർ, എനിക്ക് കാണണം. ഞാൻ ആദ്യമായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുകയാണല്ലേ? എന്നാ ഞാൻ കാണിക്കാം. മീശ വാ. പീലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബന മലരുമായി കനവിൽ വന്നവളെ. ചേട്ടൻ വന്നു. അയ്യോ ഡോക്ടർ, ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ കാണുവാ. ഞാനേ ചേട്ടനത് കെട്ടിപ്പിടിച്ച ഡോക്ടർ ഒന്നും പറയല്ലേ. കെട്ടിപ്പിടിച്ച പക്ഷെ പൊട്ടിത്തെറിക്കല്ലേ. നോക്കട്ടെ. കണ്ടോ? കുളിർക്കെ കണ്ടോ? എവിടെ ഡോക്ടർ? നിൽക്കുന്ന മീശ ചേട്ടൻ. ഇതല്ല എന്റെ മീശ ചേട്ടൻ. ഞാൻ കാണിച്ചു തരാം. അത് ഇതിനകത്ത് ക്യാമറ എടുത്ത് ഞാൻ ഈ ഒരു ഫിൽറ്റർ അങ്ങോട്ട് ഇട്ട് ഇനി ഒന്ന് നോക്കിയ മീശ ചേട്ടൻ. അയ്യോ, എന്റെ മീശ ചേട്ടൻ. അയ്യോ,
ഇതെന്നെ മീശ ചേട്ടൻ. ഇതല്ല. അതാ നോക്കിയാ. അയ്യോ അത് തന്നെയാ. ആ, ഇതല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പിന്നെ പിടിച്ചോ. ഈ മീശ ചേട്ടനെ എപ്പോ കാണുമോ വെച്ചാലും ഫിൽറ്റർ ഇട്ടെന്ന് നോക്കിക്കോണം. ഫിൽറ്റർ ഇട്ടോ? ആ, അപ്പൊ ഞങ്ങളൊന്ന് മാറിയെന്ന് സംസാരിക്കട്ടെ? സംസാരിച്ചോ, പക്ഷെ ഫിൽറ്റർ മാറ്റല്ലേ. പോട്ടെ ഡോക്ടർ. സംസാരിച്ചു. പീലി കണ്ണെഴുതി അഴകിൽ അതെ നിന്നവളെ എന്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി തരാം. നിങ്ങളെ കാര്യം തീരുമാനം ആക്കാലോ. ആ, അതെ. പോയച്ചാ എല്ലാം പോയച്ചാ എല്ലാം പോയി. എന്റെ മോന്റെ അസുഖം പോയെന്ന്. അത് ഇവിടെ കാല് കുത്തി അപ്പൊ അസുഖം മാറൂലേ? അസുഖം മാറിയെന്ന് ആര് പറഞ്ഞു? അസുഖം മാറിയെന്നല്ല പറഞ്ഞു. എന്റെ ഫോൺ വെള്ളച്ചാട്ടത്തിൽ പോയച്ചാ. തന്നോട് ആര് പറഞ്ഞോ അവിടെ വെള്ളച്ചാട്ടം കൊണ്ടുപോക്കാണ്? അത് swimming pool. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോ എന്റെ ഫോൺ വെള്ളത്തിൽ വീണച്ചാ. പഴയ ഒരു ഫോൺ അച്ഛൻ ഉണ്ട്, അത് തരാം മോളെ. വേണ്ട, എനിക്കിനി ഫോൺ അത് വേണ്ടച്ചാ. വേണ്ട. അയ്യോ മോളുടെ അസുഖം എല്ലാം മാറി. അയ്യോ സന്തോഷമായി. അല്ല, എനിക്ക് ആ ഫോൺ വേണ്ടെന്നാ പറഞ്ഞേ. 1 ലക്ഷം രൂപയുടെ വേറൊരു ഫോൺ വേണം. 1 ലക്ഷം രൂപ ഫോണോ? അതൊന്നും നടക്കണ കാര്യമില്ല. എന്തെന്ന് നടക്കാത്തെ? ഞാൻ ഒരു കാര്യം പറയാം. ഈ കുട്ടികൾക്ക് ഫോൺ മേടിച്ച് കൊടുക്കരുത്. രക്ഷകർത്താക്കളാണ് കുട്ടികളെ പാഴാക്കുന്നത്. അമിതമായാൽ സോഷ്യൽ മീഡിയ വിഷയം ഞാൻ പറയണില്ലേ. അതെ. നിങ്ങൾ ഈ ഫോൺ മേടിച്ചു കൊടുത്ത അന്ന് പോയ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ട് അവരുടെ ജീവിതം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, ഇനി കൊച്ചിന് ഫോൺ മേടിച്ച് കൊടുക്കരുത്. സോഷ്യൽ കണ്ട് സംസാരിക്കണോടോ പോയി. താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? എടോ ഞാൻ സെലിബ്രിറ്റിയുടെ അപ്പുറത്തിന്റെ ഒരു മനുഷ്യനാ. താൻ എന്നെ പുഴുകിയാണോ? ഞാൻ ചമ്മന്തി ഇറക്കി അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി എങ്ങനെ ആഹാരം കഴിക്കും? ചമ്മന്തിയാണോ ഒരു സെലിബ്രിറ്റി കഴിക്കേണ്ടത്? ബാബു മുഹമ്മദിനെ കുറിച്ച് അറിയാൻ പാടില്ല. ഡോക്ടറെ ഇവനൊരു ഇങ്ങനെയൊന്നും ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല. നല്ല 2 അടി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ അസുഖം മാറും. ഞാൻ കൊടുക്കാം. മുഹമ്മദിനെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ല. അല്ല സത്യം പറഞ്ഞാൽ ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ ആയിപ്പോയതേ ഇവരെ കുറ്റം കൊണ്ട് മാത്രമല്ല, വീട്ടിൽ ഇരിക്കുന്നവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണം ആദ്യം അടി കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്നെ തല്ലിക്കോ. അത് ഡോക്ടർ എന്റെ മോനാ. അവന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുത്ത് അന്ന് മുതൽ അവൻ വഴി തെറ്റിപ്പോയി. അത് ശരി. അപ്പൊ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടാണ് സാറ് നമുക്ക് ക്ലാസ് എടുക്കുന്നല്ലേ? സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചോണ്ടല്ലോടോ ഞാൻ ഈ ബോർഡ് ഇവിടെ വെച്ചേക്കുന്നേ. അമിതമായാൽ സോഷ്യൽ മീഡിയയും വിഷം. സത്യം.